എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പെട്ടന്തിന തങ്കം തെളിയണ പെട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ കണ്ടു കൊതിച്ചവ ചെണ്ടും കൊണ്ടെങ്ങും പണ്ടു പണ്ടേ പറക്കാടേ. ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നത്? പൂജയ്ക്ക് ഉള്ളൊരു വേഷം ഫസ്റ്റ് കണ്ടുപിട്ടിയപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് കണ്ടുപിടുമ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്തുവാ, എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കേറേട്ടായിട്ടാണോ? കേറേട്ടൊന്നല്ല, ഇച്ചിരി ദേഷ്യമൊക്കെ പെട്ടിട്ടൊക്കെയാ വന്നത്. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പിളാണ് ഇവർ രണ്ടുപേരും, അമലും പൂജയും. അതും പ്രായപൂർത്തിയൊക്കെ ആയുമെന്ന് പറഞ്ഞാൽ +1 ഒക്കെ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് റൈറ്റായിട്ടുള്ള കാര്യം അറിയത്തില്ല. ഈ ഒരു ഇവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലായതിന് ശേഷം ഉടനെ തന്നെ ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നു. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടേ കണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ചോദ്യങ്ങളും കാര്യങ്ങളും അതിനുള്ള ഇവരെ ഉത്തരങ്ങളൊക്കെയാണ് ഇപ്പം ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒളിച്ചോടുന്നതൊക്കെ ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു അത്യാവശ്യമൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല കാലിലൊക്കെ ഒറ്റ കാലിലൊക്കെ നിൽക്കാനായിട്ട് ഒളിച്ചോടിയാൽ പോരെ എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാരെയൊക്കെ ചോദ്യം. അതുപോലെ തന്നെ ഈ ഒരു വീട്ടുകാരെയൊക്കെ നാണം കെടുത്തിക്കൊണ്ട് ഇത്രയും ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഇതേ കണക്ക് കുറേയധികം 2-3 വീഡിയോസൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഒരു മാസം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒളിച്ചോട്ടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അറിഞ്ഞു ഈ ഒരു വ്യക്തി ചതിക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ കയറ്റാനൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേയധികം കേസൊക്കെ നമ്മൾ കാണുന്നത്. ഇത് എവിടെ പോകും നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തുള്ള ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ എടുക്കാം. കാരണം നോർമലായിട്ടുള്ളൊരു കുടുംബം തന്നെ സെറ്റിലായതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നതിന്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം കടന്നു പോകാൻ. ആ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിലും ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ അത് വീട്ടുകാരൊക്കെ എന്തുമാത്രം വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അവരൊക്കെ വിഷമിച്ചിട്ടാണ് ഇറങ്ങി വന്നേക്കുന്നത്. അതും വലിയ പ്രായമൊന്നും ആയിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു അഫെക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഇത് മാറാൻ അറിയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെ കല്യാണം കഴിക്കുന്നു, ബുദ്ധിയും വിവരമൊന്നും ഇല്ല, ഇതൊക്കെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസ് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഓരോരുത്തരുടെ ജീവിതവും കാര്യങ്ങളാണ്. അവരെ ഇഷ്ടം, അവർക്ക് കല്യാണം കഴിക്കാം, ഇവിടെ ആർക്കും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, നിയമം പാലിച്ചാൽ മതി. പക്ഷേ ചിന്തിക്കണം എന്നേ ഉള്ളൂ. ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇതൊക്കെ പ്രശ്നങ്ങളാകുമോ, നമ്മളെടുത്ത തീരുമാനങ്ങൾ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ പോയാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കണക്ക് കുറേയധികം ആൾക്കാർ കുറേയധികം കാണാറുണ്ട്. ഇത് കണക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്നു, അതുപോലെ തന്നെ ഡിവോഴ്സ് ആവുന്നു. ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പേരൻസ് കണ്ടുപിടിക്കുന്ന ചെറുക്കൻ മാത്രം നല്ലത് അങ്ങനെയൊന്നും ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു പരിധിയുണ്ട്. നമ്മൾ എല്ലാം ചിന്തിച്ച് ഇപ്പം തന്നെ പെട്ടെന്നൊന്നും കല്യാണം കഴിക്കുന്നത് അതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവരെ ജീവിതമൊക്കെ നല്ലോണം മുമ്പോട്ട് പോയാൽ ഓക്കെ. പിന്നെ കുറേയധികം പേര് കമൻറ്റ് ബോക്സിലൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോർമലായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇവർ ചെയ്ത ഒരു വലിയ ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന അങ്ങനെയൊക്കെ കുറേയധികം പേര് ഉടനെ തന്നെ +2 ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിക്കാനൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എടുത്തു ചാടിയൊന്നും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതിപ്പം വീട്ടുകാർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഉണ്ട് കോളേജിലൊന്നും കയറി ഉടനെ തന്നെ കല്യാണം കഴിക്കാനുള്ള അങ്ങനെയൊക്കെ തിടുക്കത്തിലൊക്കെ ഉള്ളൊരു അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാതിരിക്കുക. അതാണ് മാക്സിമം ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലൈഫിനെ പറ്റി അറിയുന്ന കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു എടുത്തുചാട്ടത്തിൽ എല്ലാത്തിലോട്ടും എടുത്ത് ചാടാതിരിക്കുക. അത് ചിലപ്പോൾ ലൈഫിൽ ഭയങ്കര വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യണം, നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയുള്ളൂ. വലിയൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലൈഫിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേന് ചിന്തിച്ച് ചെയ്യുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്.